എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു സൂം മീറ്റിംഗ് വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് വേണ്ടി നടക്കുന്ന സമയത്ത് അതിൽ ഒരു സഹോദരി പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവൾ ഇരിക്കുന്ന റൂമിലെ സോഫയിൽ ആ സഹോദരിയുടെ ഒപ്പം വന്നിരിക്കുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ ആ സെയിം അതേ കളറിൽ കിടക്കുന്ന ആ ഒരു സോഫയിലാണ് ആ സിസ്റ്റർ ഇരിക്കുന്നത്. പെട്ടെന്ന് അപ്പോൾ അതിന് സന്നിഹിതരായിരിക്കുന്ന മീറ്റിങ്ങുകൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിക്കോ, ഇപ്പോൾ ദൈവദൂത സന്ദർശനം അവിടെ കാണാം. അന്നത്തെ ആ മീറ്റിങ്ങിൽ അവിടെ ഉണ്ടായ ഒരു ദൈവപ്രവൃത്തി അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവദൂത പ്രവൃത്തി നേരിട്ട് തത്സമയം ആ ശുശ്രൂഷയിൽ കാണുവാൻ കർത്താവെന്ന് കൃപ ചെയ്തു. ഒരുപാട് പേർ അതിനുശേഷം എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവദൂതന്മാരുടെ ഇടപെടലുകളെ എങ്ങനെയാണെന്ന് സജീവമാക്കി എടുക്കുവാൻ കഴിയുന്നത്? ഒരുപാട് ദൈവവചന പ്രകാരമുള്ളതായ വിശദാംശങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട് എങ്കിൽ കൂടിയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രാരംഭ ദശയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഴമേറിയ പഠനങ്ങളിലേക്കോ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന അനുഭവങ്ങളിലേക്കോ പോവുക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധ്യമാകുന്നൊരു കാര്യമല്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളുടെ സഹായത്തിനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവദൂത സഹായങ്ങളെ എങ്ങനെ അതിനോട് നമുക്ക് ചേർന്ന് സഹകരിക്കാം, എങ്ങനെ അത് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആത്മനിറവോ അന്യഭാഷയോ ഒന്നും എനിക്കില്ല, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്കിത് കിട്ടുമോ എന്നൊരു സംശയം ഒരുപാട് പേർക്ക് കാണും. നിങ്ങളോട് ഞാൻ പറയുന്നു, വിശുദ്ധ ബൈബിളിൽ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട മനുഷ്യർ എല്ലാവരും അന്യഭാഷ പറഞ്ഞവരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ പോകുന്ന എൻ്റെ ഈ വാക്കുകളിലൂടെ വലിയ സന്തോഷകരമായ ഒരു ബോധ്യം കർത്താവ് ആദ്യമേ നൽകുന്നു. നിങ്ങൾക്ക് ഇത് സാധ്യമാണ്. കർത്താവ് നിങ്ങളെ ഈ കാര്യത്തിൽ പരസ്യമായി നിങ്ങളുടെ ആഗ്രഹത്തെ ആദരിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാരെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തെ നാം നിയന്ത്രിക്കുന്നു എന്നൊരു തലമല്ല ഇതിലുള്ളത്. പിന്നെയോ കർത്താവ് നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതവുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സഹായ കേന്ദ്രങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട്. പലപ്പോഴും ശരീരമില്ലാത്ത വ്യക്തിത്വങ്ങളായി അവർ നമ്മുടെ തൊട്ടരികിലുണ്ടാകും. എന്നാൽ പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ നാം ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് അവരുടെ സാമീപ്യവും രൂപവുമൊക്കെ ആത്മലോകവുമായി ബന്ധപ്പെട്ട് വ്യക്തമായി കാണാനും കഴിയും. എൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളിൽ എനിക്ക് ഭൂരിപക്ഷ സമയങ്ങളിലും ഇത്തരത്തിലുള്ളതായ കാഴ്ചകൾ കൃപയാൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഭവം നിങ്ങൾക്കും ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചുറ്റും ദൈവദൂതന്മാരുണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. അവർ പ്രവർത്തിക്കുവാൻ തക്കവിധം ദൈവം വെച്ചിരിക്കുന്ന ചില തത്വങ്ങളുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നാം അത് ചിന്തിക്കുമ്പോൾ ദൂതന്മാരുടെ സഹായം നമുക്ക് യാഥാർത്ഥ്യമായി അനുഭവപ്പെടും. വിശുദ്ധ തിരുവെഴുത്തിൽ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മളോട് ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: അവരെല്ലാവരും രക്ഷ പ്രാപിക്കാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. അതായത് നമ്മളെ സഹായിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അയക്കപ്പെട്ടിരിക്കുന്ന, നമ്മളെ സേവിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലെ ശ്രേഷ്ഠരായിരിക്കുന്ന സഹായികളായിരിക്കുന്ന വ്യക്തികളാണ് ദൈവദൂതന്മാരെന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. നമ്മളെല്ലാവരും സംരക്ഷണ വചനമായി ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന 91-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും ബൈഹാർട്ടാണ്. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. എന്നിട്ടാണ് പറയുന്നത്, സിംഹത്തിൻ്റെ മേലും അണലിയുടെ മേലും ഒക്കെ നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അറിയാവുന്നൊരു ഈ വചനമൊക്കെ എന്നോട് കൂടെ ചേർന്ന് പറഞ്ഞോളൂ കേട്ടോ, അതൊരു അനുഗ്രഹമാണ്. 34-ാം സങ്കീർത്തനം നമുക്ക് ബലം നൽകുന്ന, ജീവിതത്തിൻ്റെ തളർന്നിരിക്കുന്ന നേരത്തിൽ ഭയങ്കര ആശ്വാസം നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അതായത് ഒരു വിടുതലോ രക്ഷയോ നടക്കേണ്ട ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഒരു ദൂതപാളയമാണ് നമ്മുടെ ചുറ്റും വെളിപ്പെട്ടു വരുന്നത്. അപ്പോൾ ദൂതന്മാരോട് കൽപ്പിക്കും, നിൻ്റെ വഴികളിൽ നിന്നെ കാക്കുവാൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറയുമ്പോൾ കാവൽ മാലാഖമാർ ഒന്നിലധികം പേരുണ്ട് എന്ന് തന്നെ ആ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. ബഹുവചനപൂർണ്ണമായിട്ടാണ് അത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം ദൂതന്മാരുടെ സാമീപ്യവും സഹായവും നമ്മുടെ അരികിലുണ്ട്.
അപ്പോൾ ദൂതന്മാരെങ്ങനെ ആക്റ്റീവ് ആകുന്നു നമ്മുടെ ജീവിതത്തിൽ, അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവദൂതന്മാർ എങ്ങനെ സജീവമാകുന്നു എന്നതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ 103 സങ്കീർത്തനത്തിൻ്റെ 20 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ദൈവദൂതന്മാർ അനുസരിക്കുന്നത്, നമ്മുടെ വാക്കല്ല. നമ്മളുടെ അപേക്ഷകൾക്കൊത്തവിധം ദൈവസന്നിധിയിലെ നിർദ്ദേശങ്ങൾക്ക് അവർ സഹായങ്ങൾ നൽകുമെങ്കിലും ദൂത പോയി അത് ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല, അതൊരു അഹങ്കാരമാണ്. അങ്ങനല്ല, ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ഓർഡറിനനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ദൈവ പൈതൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു തിരുവചനം തൻ്റെ നാവിൽ ഉച്ചരിച്ചാൽ, ഡിക്ലെയർ ചെയ്താൽ, ഡിക്ലെയറിങ് ദ വേർഡ്, ദൈവവചനം ഒരു വ്യക്തി തൻ്റെ നാവിൽ ഉച്ചരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സാമീപ്യത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ദൈവദൂത വലയങ്ങൾ സജീവമാകട്ടെ എന്ന് ആഗ്രഹിച്ചാൽ ആ ഉച്ചരിക്കപ്പെടുന്ന ദൈവവചനം അവർക്ക് പ്രവർത്തിക്കുവാനുള്ള പ്രചോദനമാകും. ദൈവദൂതന്മാർ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കും, അവരുടെ സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവദൂതന്മാരെ നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ വഴി എന്ന് പറയുന്നത്, നാം ദൈവത്തിൻ്റെ വചനത്തിലെ വാക്യങ്ങൾ വെറുതെ വായിച്ച് കളയാതെ അത് വിശ്വാസത്തോടുകൂടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ നമ്മളത് പ്രഖ്യാപനങ്ങളായി ഉച്ചരിക്കുകയാണ് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതായത് വെറുതെ വായിച്ചു വിടാതെ ആ ദൈവത്തിൻ്റെ തിരുവെഴുത്തിലെ വചനങ്ങൾ കേട്ട് ആ ഓർഡർ അനുസരിക്കുവാൻ, ആ വചനം അതുപോലെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്ന ആൾക്കാർ എൻ്റെ പരിസരങ്ങളിലുണ്ട്, എൻ്റെ തൊട്ടരികിലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പൈതൽ എന്ന നിലയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ഉച്ചരിക്കുന്ന ആ സമയത്ത് ആ ദൈവവചനം അവിടെ പ്രാവർത്തികമായി മാറുകയാണ്, അത് അവിടെ ആക്റ്റീവ് ആകുകയാണ്. അപ്പോൾ ആ വചനത്തോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ദൈവദൂത സഞ്ചയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കപ്പെടും. ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, രണ്ടാമത്തെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം, ദൈവദൂതന്മാർ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവിധം അവരെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ദൈവത്തോടുള്ള നമ്മുടെ അനുസരണവും വിശ്വസ്തതയുമാണ്. നമ്മളൊരു അനുസരണം കെട്ടവരും തന്നിഷ്ടക്കാരും അഹങ്കാരികളുമാണെങ്കിൽ വളരെ വേദനയോടുകൂടിയായിരിക്കും സ്വർഗീയ ജീവികൾ നമ്മുടെ അരികിൽ നിലകൊള്ളുന്നത്. നമ്മൾ ആ മുട്ടാത്തർക്കങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, ദൈവത്തോട് വളരെ സിൻസിയറായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ശുശ്രൂഷിക്കാൻ ദൈവദൂതന്മാർക്ക് വലിയ താല്പര്യമായിരിക്കും. അതായത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സഹായം ഒരു അനുസരണയുള്ള ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രകടമാകുന്നു. ഇത് ഒത്തിരി സാക്ഷ്യങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടുള്ള ഇത്തരത്തിലെ മേഖലകളിൽ ഇടപെട്ടിട്ടുള്ള ഒരുപാട് ആത്മീയരോട് സംസാരിച്ചുള്ള അനുഭവങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സകലവിധ വാഗ്ദാനങ്ങളും അനുഭവേദ്യമായി തീരുവാൻ കർത്താവിൻ്റെ സാമീപ്യത്തിന് മൂല്യം കൊടുക്കുന്ന, വില കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ സകലവിധമായ കാര്യങ്ങളിലും ഇടപെടുവാൻ ദൈവദൂതന്മാരും തിടുക്കം കൂട്ടിയാണ് നിൽക്കുന്നത്. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, പലപ്പോഴും അദൃശ്യ സഹായങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അനുസരണയുള്ളവരും വിശ്വസ്തരുമായി മാറുമ്പോൾ നിങ്ങൾ അദൃശ്യമെന്ന് കരുതുന്നതായ ഈ ലോകത്തെ ചലനങ്ങളെല്ലാം, ആത്മലോകത്തെ അദൃശ്യരെന്ന് കരുതുന്ന ഈ ആത്മജീവികളെയെല്ലാം ദൃശ്യവൽക്കരിക്കപ്പെട്ട രൂപത്തിൽ നിങ്ങളുടെ കണ്ണാലെ കാണാൻ കഴിയും. അത്രത്തോളം നിങ്ങളുടെ സ്പിരിച്വൽ സെൻസേഷനുകൾ ഡെവലപ്പ് ആവുകയും നിങ്ങളുടെ ആത്മീക ഇന്ദ്രിയങ്ങൾ സജീവപ്പെടുകയും ചെയ്യും. അപ്പോൾ ദൈവമക്കളെ, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തോട് വിശ്വസ്തത, സ്നേഹം ഇത് ആചരിക്കുക എന്ന് പറയുന്നത് ഈ സെക്കൻഡ് മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരംഭിക്കേണ്ട കാര്യമാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവവചനത്തിൻ്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ അവർ പ്രവർത്തിക്കുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞു, ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെയും വിശ്വസ്തതയുടെയും ജീവിതം നാം പുലർത്തുമ്പോൾ ദൈവദൂത സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെയും നാം ചെയ്തു വരുന്നത് പോലെയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും തോത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, പത്രോസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ ജയിലിലായിരുന്നു.
അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി ഹെരോദാവ് അദ്ദേഹത്തെ ജയിലിലാക്കിയിരിക്കുന്ന സമയത്ത് സഭ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ സഭയുടെ പ്രാർത്ഥന വളരെ പവർഫുള്ളായി കയറാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ താണിറങ്ങി വന്ന് പത്രോസ്ലീഹായെ അടച്ചിരുന്ന കാരാഗ്രഹത്തിൻ്റെ അകത്തോട്ട് കയറി ചെന്നിട്ട് ആ കാരാഗ്രഹം തുറന്ന് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്ന് മോചിപ്പിച്ച അത്ഭുത സാക്ഷ്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുതിയ നിയമഗ്രന്ഥത്തിൻ്റെ 12-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന, അതായത് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, അലക്ഷ്യമായ പ്രാർത്ഥനയല്ല, ഒരു ഫോക്കസ്ഡ് ആയിരിക്കുന്ന പ്രയർ, ഒരു പ്രത്യേക വിഷയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ പ്രശ്നത്തിൻ്റെ ഉത്തരം കിട്ടേണ്ടതിന് വേണ്ടി തന്നെ മൂർധന്യമായ പ്രാർത്ഥന ഒരു ദൈവപൈതൽ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, ഒന്നിലധികം പേർ ആ ഒരേ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിൽ നിന്ന് അങ്ങനെ പലരിൽ നിന്ന് ഒരേ കാര്യത്തിന് വേണ്ടിയുള്ള തീവ്രമായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിന് ആൻസർ നൽകുക എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന് ഉത്തരം നൽകേണ്ടതായ ദൈവിക ഉത്തരവാദിത്വമാകയാൽ ദൂതന്മാർ ആ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയും സ്തുതിയും നിങ്ങളുടെ ജീവിതത്തിൽ ക്രമാതീതമായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവവചനം വായിക്കുക മാത്രമല്ല, പ്രഖ്യാപിക്കുക. ആജ്ഞയുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ദൂതന്മാരെ കാണാൻ കഴിയും. ദൈവത്തുള്ള അനുസരണവും വിശ്വസ്തതയും വളർത്തുക. മൂന്നാമത് ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും ആരാധനയുടെയും ഒരു തോത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ നിങ്ങൾ ഒന്നുകൂടെ അതിനെ വളർത്താൻ തയ്യാറാകുമ്പോൾ ഈ കാര്യം ഗംഭീരമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നു. ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുമ്പോൾ എന്നോടുകൂടെ പ്രഖ്യാപിക്ക്, എൻ്റെ ചുറ്റും ദൈവം നിയോഗിച്ച ദൂതന്മാരുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കുന്ന ദൈവദൂതന്മാരുണ്ട്. ഇന്ന് ഞാൻ ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് അവരുടെ സംരക്ഷണങ്ങളിൽ, എനിക്ക് വേണ്ടി ദൈവവരിലൂടെ ചെയ്യുന്ന സേവനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞേ, എനിക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ദൂതന്മാരിലൂടെയുള്ള സേവനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടിയുള്ള ദൈവദൂതന്മാരുടെ ഇടപെടലുകളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ഈ ചാനലിൽ തന്നെ മനുഷ്യരൂപത്തിൽ ദൂതന്മാർ വന്ന് ഒരുപാട് പേരെ രക്ഷിച്ചതിനെക്കുറിച്ചുള്ളതായി എൻ്റെ ജീവിതത്തിലെ തന്നെ ഒത്തിരി അനുഭവങ്ങളുമൊക്കെ ആയിട്ട് ചേർന്ന ഒരുപാട് വീഡിയോകളുണ്ട്. നിങ്ങളത് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമായി തീരും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ സഹായത്തിന് വേണ്ടി യേശു കർത്താവിൻ്റെ കാൽവറി മരണ പുനരുദ്ധാനങ്ങൾ നിമിത്തം ദൈവമക്കളായി തീർന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹായത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അരികിലേക്ക് അയക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠന്മാരായ മാലാഖമാരുടെ വിശിഷ്ട സഹായങ്ങളെ ഇന്നു മുതൽ അനുഭവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലും ദൈവദൂതന്മാരെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്തെടുക്കുവാനും കർത്താവെ ഇന്നു മുതൽ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങൾക്കുള്ളതായ സ്വർഗീയ സഹായങ്ങളെ മനസ്സിലാക്കുന്ന, വളരെ കോൺഷ്യസ് ആയിട്ട് ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം പുലർത്തുന്ന, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് തന്നെ വരുമെന്നുള്ള വ്യക്തമായ ഉറപ്പോടുകൂടെ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭയങ്കരമായൊരു വിടുതലും ദൈവദൂതന്മാരുടെ അനുഗ്രഹീതമായ ഇടപെടലുകളും അങ്ങയുടെ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് തൊട്ട് സംഭവിക്കുമാറാകട്ടെ. ഇന്ന് വചനം പ്രഖ്യാപിക്കുമ്പോൾ സ്വപ്നങ്ങളിൽ ദൂതന്മാർ പ്രത്യക്ഷപ്പെടണം. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവർ അരികിൽ ദൈവദൂതന്മാർ വെളിപ്പെടണം. ഇന്ന് വരെ കാണാത്ത ദൈവദൂത പ്രവർത്തികളെ ഇവർ കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഞങ്ങളുടെ വീട്ടിൽ അദൃശ്യമായ ചലനങ്ങൾ, ശബ്ദങ്ങൾ, ഭയപ്പെടുത്തുന്ന രൂപങ്ങളൊക്കെ നടക്കുന്നു പാസ്റ്ററെ എന്ന് പറഞ്ഞ് ഒരുപാട് പേർ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവരെയൊക്കെയും ഈ രീതിയിൽ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി പറഞ്ഞയച്ച ശേഷം പിന്നീട് അവർ വന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ, ഇരുണ്ട രൂപങ്ങൾ നടക്കുന്നതിന് പകരം അവരുടെ ഭവനങ്ങളിൽ വളരെ സമാധാനമുണ്ടെന്നും പ്രകാശരൂപികളായിരിക്കുന്നവരെ അവർ കണ്ടു എന്നൊക്കെയുള്ള സാക്ഷ്യങ്ങൾ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വസിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇന്നു വരെയുള്ള അനുഭവങ്ങളെ നിങ്ങളൊന്ന് അപഗ്രഥിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായതൊക്കെ നെഗറ്റീവാണെങ്കിൽ നിങ്ങൾക്കൊരു സിദ്ധി കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ ഞാനങ്ങ് പറയുന്നു. അതായത് തെറ്റിദ്ധരിക്കരുത്.
നിങ്ങൾക്ക് ഈ ഭയപ്പെടുത്തുന്ന രൂപങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഓൾറെഡി ആത്മലോകത്ത് തുറന്നിരിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ വ്യക്തമായ പ്രവൃത്തികളെ നേരിട്ട് കാണാനും അവരുടെ പേര് സഹിതം മനസ്സിലാക്കാനുമുള്ള കൃപ കർത്താവ് തരും. നിങ്ങളുടെ അരികിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ഗാർഡുകൾ ആരെല്ലാമാണ്, അവരുടെ ഇടപെടലുകളുടെ നേരങ്ങൾ ഏതൊക്കെയാണ്, എപ്പോഴാണ് അവർ വരുന്നത്, എപ്പോഴാണ് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത്, ഇതൊക്കെ മിസ്റ്ററികളാണ്. ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയമാണ്. അതുമായിട്ട് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് പിന്നീട് വരാം. ഇന്ന് ഈ ഒരു ദൈവാലോചന നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അവസാനിപ്പിക്കാതെ ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളതായ എക്സ്പീരിയൻസുകളുള്ളതായ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ, ഏതൊക്കെ മേഖലകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ അത് കമൻറ്റ് ചെയ്യാനും, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് രേഖപ്പെടുത്താനും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒപ്പം ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും നിങ്ങൾ മറക്കല്ലേ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ യേശുവിന് ഇതിനാൽ എല്ലാ മഹത്വവും ആരാധനയും ഉണ്ടാകട്ടെ. കർത്താവ് വരാറായി. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുനാഥൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.